നമസ്കാരം ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. മാസ്റ്റേഴ്സ് വെൽക്കം. വെൽക്കം ബാക്ക് ചേട്ടാ. അതെ, ഞാൻ ഇന്ന് ചിന്തിപ്പിക്കാൻ എന്നുള്ളൊരു സാധനം പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അതുപോലെ ചിന്തിക്കാനും എന്നൊരു കാര്യം പറഞ്ഞു. അപ്പൊ അതുമായിട്ട് യോജിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത പറയാൻ പോകുന്നത്. ഒരുപാട് നീട്ടുന്നില്ല. നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ലോകത്താണ്. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് ഇപ്പോഴത്തെ പിള്ളേര് വരെ ജീവിക്കുന്നത്, അല്ലെ? ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ചെറിയ പിള്ളേരുണ്ട്. അപ്പൊ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോൺ കൊടുത്ത് ആയിരിക്കുമല്ലോ അവരെ കഴിപ്പിക്കുക. പിന്നെ രാവിലെ പുട്ടും ഫോണും, ഉച്ചയ്ക്ക് ചോറും ഫോണും. പിന്നെ അല്ലേ, അവർക്ക് അതിൽ വീഡിയോ കണ്ടാലല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെയുള്ളതും ഉണ്ട്. അപ്പൊ കോമ്പിനേഷൻ അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുള്ളല്ലോ. ഇപ്പൊ ഒരു പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മളൊരു മനുഷ്യൻ അവൻ ജീവിച്ച് തീരുമ്പോഴത്തേക്ക് ഇപ്പൊ ജനിക്കുന്ന ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ ആവറേജ് 12 കൊല്ലം സ്ക്രീനിന് മുന്നിലായിരിക്കും എന്നാണ്. ഒരു ദിവസം 3 മണിക്കൂർ. അപ്പൊ 8 ദിവസം ആകുമ്പോൾ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. 8 ദിവസത്തിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ മൊബൈലിന്റെ മുന്നിലാണ്, പലപ്പോഴായിട്ട് ഘട്ടം ഘട്ടമാണെങ്കിലും. അതൊരു മനുഷ്യായുസ് തീരുമ്പോഴത്തേക്ക് അത് 12 കൊല്ലത്തിൽ മിച്ചമാണ് നമ്മൾ സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുന്നത്. 12 വർഷം 12 വർഷം. അതിൽ പലതും ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത, ഒട്ടും ചിന്തിക്കാത്ത, നമ്മൾ വെറുതെ കരക്കാരുടെ ഈ ജനറേഷനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മറ്റുള്ളവന്റെ ജീവിതം കൺസ്യൂം ചെയ്യുന്നത്. നമ്മുടെ ജീവിതം അങ്ങ് മാറ്റി വെച്ചിട്ട് വേറെ കാര്യങ്ങൾ കണ്ട അഭിപ്രായം പറഞ്ഞ് പോകുന്ന അവസ്ഥയിൽ നമ്മൾ അത്രയും സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും. അത് അവരൊക്കെ കമന്റ് ഇടുന്നവരുടെ സ്ക്രീൻ ടൈം കൂടും കേട്ടോ. കമന്റ് ഇടുന്നവരുടെ സ്ക്രീൻ ടൈം കൂടിക്കൊണ്ടിരിക്കും, അതിൽ ഒരു സംശയവുമില്ല. അവന് 24 വർഷമായിരിക്കും. 24 വർഷം തമാശയല്ല, അത്ര അധികം. നമ്മള് പണ്ട് സന്തോഷവും സമാധാനവും എന്ന് പറയുമല്ലോ. സന്തോഷവും സമാധാനം, പീസ് ആൻഡ് പ്ലഷർ. അതിലെ പീസ് ഇപ്പൊ ബോറടിക്കുന്നതാണ്. അതായത് സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് വെറുതെ ഇരിക്കുമല്ലോ, വെറുതെ ഇരിക്കുന്നത് ബോറടിയാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കണമെങ്കിൽ പുറത്തുനിന്നൊരു എന്തോ ഒരു കണ്ടന്റ് നമുക്ക് വരണം. ആ പുറത്തുനിന്ന് നമുക്ക് ആരെങ്കിലും ആള് വേണോ, അല്ലെ വീഡിയോ വേണോ, അല്ലെ സ്ക്രീൻ വേണം. അല്ലാതെ നമുക്ക് വെറുതെ ഇരുന്ന് സന്തോഷിക്കാൻ ഹാപ്പി ഫോർ നോ റീസൺ എന്ന് പറയുന്നത് പറ്റാത്തൊരു കാര്യമാണ്. അതാണ് ഇത്ര അഡിക്ഷൻ ഉള്ളത്. അവരാണേലും അതിന് കൃത്യമായി നമ്മളുടെ അൽഗോരിതം വെച്ച് നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ തന്നോണ്ടിരിക്കും, നമ്മൾ കണ്ടോണ്ടിരിക്കും. അപ്പോൾ വലിയ തോതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതും ഒരു ചൂഷണം ചെയ്തോണ്ടിരിക്കുക നമ്മളെ. ഓക്കെ, ഈ ഫോണിൽ ഓരോ ആപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ത് സോഷ്യൽ മീഡിയ ആണോ, അതോ ഗൂഗിൾ സെർച്ചുകൾ അങ്ങനത്തെ കാര്യങ്ങളാണോ, അങ്ങനത്തെ എന്ത് ഇതാണ്, സെർച്ച് എഞ്ചിൻസ് ആണോ, എന്താണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്? ഇപ്പൊ രമേശനോട് ചോദിക്കുവാണെങ്കിൽ വാട്സ്ആപ്പ് ആയിരിക്കും. കാരണം മെയിൻ ഫോൺ പലപ്പോഴും ഓഫ് ആയിരിക്കും. മെസ്സേജുകൾ വാട്സ്ആപ്പിൽ വരലല്ലാണ്ട് നേരിട്ട് കോൾ എടുക്കല്ലേ കുറവാ. മെയിൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നതാണോ കോളുകൾ വരുമെന്ന് വിചാരിച്ചിട്ട്? അതെ, അത് തന്നെയാണ്. അപ്പൊ ആവശ്യക്കാരൻ വാട്സ്ആപ്പിൽ മെസ്സേജ് വിടുമല്ലോ, ഒന്ന് നോക്കിയാൽ മതി. പക്രചേട്ടനാണെങ്കിലോ? വാട്സ്ആപ്പ് ഉണ്ട്, എന്നാൽ ഞാൻ ചിലപ്പോൾ കൂടുതലും ഫേസ്ബുക്ക് നോക്കും. ഫേസ്ബുക്ക് കാരണം ഈ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഓരോന്നോരോന്ന് അന്നേരം അറിയാമല്ലോ. അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ചിലപ്പോ കളിയൊക്കെ കണ്ട് പകുതിക്ക് വെച്ച് നിർത്തും. അടുത്ത ദിവസം ആരാ ജയിച്ചെന്ന് അറിയണമെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഒരു ഇൻഫർമേഷൻ അറിയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി പെട്ടെന്ന് അറിയണമെന്ന് തോന്നുമ്പോൾ നേരെ ഗൂഗിളിലേക്കാണോ? എന്തിന് ചില സ്പെല്ലിംഗ് വരെ ഗൂഗിൾ കറക്റ്റ് ആയിട്ട് നോക്കാനായിട്ട് ഗൂഗിളായിട്ട് നോക്കുന്നത്, അത് ചെയ്യേണ്ടി വരും. ചില വേർഡ്സിന്റെ മലയാള അർത്ഥം അതൊക്കെ ചോദിക്കും. ഈ AI എന്ന് പറയുന്നത് ഇപ്പൊ പുതിയൊരു കണ്ടുപിടുത്താണ്. AI ഇനി മുതൽ നമ്മുടെ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയാം. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇനി ഭാവിയിൽ AI ഒക്കെ നിനക്ക് നല്ല ഉപയോഗമായിരിക്കും. എനിക്ക് പേടിയാ ചേട്ടാ, കാരണം ഞാനൊക്കെ കൊച്ചുണ്ടായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടെ, എന്റെ കൊച്ചു ഭാവിയിൽ വന്നിട്ട് പറയാം, അമ്മ ഇതെന്റെ AI ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ഇതെന്റെ AI ബോയ് ഫ്രണ്ട് പരിചയപ്പെടുമെന്ന് പറഞ്ഞ് വരില്ലെന്ന് എന്താ കാര്യം? അത് എനിക്ക് ഇപ്പൊ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? നന്നായിട്ട്. എങ്ങനെയാ? നമുക്ക് ഒറിജിനൽ ഇന്റലിജൻസ് കുറവാണല്ലോ, ആർട്ടിഫിഷ്യൽ കുറച്ച് കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് നിനക്ക് കുറച്ച് നന്നായിട്ട് ജീവിക്കാനുള്ള സാധ്യത ഉണ്ട്. കൊള്ളാം. ഞാനൊന്ന് ആലോചിക്കുകയാണെ, ഇപ്പൊ ചിലപ്പം ഗൂഗിളിനും വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ ആപ്പുകൾക്കൊക്കെ തമ്മിൽ സംസാരിക്കാൻ പറ്റിയെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഇപ്പൊ ഗൂഗിളും യൂട്യൂബും തമ്മിൽ സംസാരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന 2 സെർച്ച് എഞ്ചിൻസ് ആണ് ഗൂഗിളും യൂട്യൂബും എന്ന് പറയുന്നത്. അവർക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അറിയാൻ പറ്റില്ല. നമുക്ക് എന്താ നോക്കിയാലോ? കണ്ടു നോക്കാം. യൂട്യൂബും ഗൂഗിളും സംസാരിക്കുന്നു. എടാ ഗോകുലേ, കൊള്ളാല്ലേടാ? ഒന്നും പറയണ്ട, ഇന്നലെ ഒരു പോളെ കണ്ണടച്ചില്ല സുഹൃത്തുക്കളെ. ഗോകുലേ? ഗോകുലോ? ഞാൻ പറഞ്ഞില്ല എന്നെ ഇരട്ടപ്പേര് വിളിക്കരുതെന്ന്. ഇതെന്താ നല്ല പേരല്ലേ വിളിച്ചത്? ഗോകുലേ. ശുക്രച്ഛൻ എനിക്കൊരു പേരിട്ടിട്ടുണ്ട്. എന്ത്? ഗൂഗിൾ. ഗൂഗിൾ എന്നൊക്കെ ആയിരിക്കും, പക്ഷെ നിനക്ക് കൂടുതൽ ചേരുന്നത് ഗോകുൽ എന്നാണ്, അല്ലേ? വിളിക്കും. ഇതുകൊണ്ടാണ് നീ എന്നെ ഇരട്ടപ്പേര് വിളിക്കുന്നോണ്ടാണ് ഞാൻ നിന്നെ ഇരട്ടപ്പേര് വിളിക്കുന്നത്. എന്നാ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണ്ട, എന്റെ പേര് ഗൂഗിൾ, അങ്ങനെ വിളിച്ചാ. ഗൂഗിള്. എന്താ നീ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞത്? ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരു പേരങ്ങ് സെർച്ച് ചെയ്യാൻ. ലോകത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഒരൊറ്റ പേര് സെർച്ച് ചെയ്തോണ്ടിരിക്കുക. ഏത് പേര്? ഡോക്ടർ സുനിൽ രാമചന്ദ്രൻ. ആരാണ് ഈ പുള്ളി? എന്റെ പൊന്നെ, നേരം വെളുത്ത്
പാതിരാത്രി വരെ എനിക്കും ഈ പേര് തന്നെയായിരുന്നു സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാണ് പുള്ളി ഏതാണ്? ഇത് ആരാന്ന് മനസ്സിലായില്ലേ നിനക്ക്? ഇല്ല. അതൊരു മോട്ടിവേഷൻ സ്പീക്കറാ. ബിസിനസ് മോട്ടിവേഷൻ. എന്റെ പൊന്നെ, ഇന്നലെ വരെ എനിക്ക് വേറൊരു പേരായിരുന്നു സെർച്ച് ചെയ്തോണ്ടിരുന്നത്. ഹണി റോസ് ന്യൂ ഇനോഗ്രേഷൻ വീഡിയോസ്. മനസ്സിലായാലോ? മറ്റേ പുള്ളിയുടെ ഒരു അബദ്ധം മനസ്സിലായില്ലേ? ഏത്? ഒറ്റ ദിവസത്തെ അദ്ദേഹത്തിന്റെ സ്പീച്ച് കൊണ്ട് അദ്ദേഹത്തിനുള്ള വരുമാനം കൂടെ അയാൾ ഇല്ലാതാക്കി. ആര്? ഈ സുനിൽ രാമചന്ദ്രനെ. ആണോ? അത്രയ്ക്ക് ഗംഭീര മോട്ടിവേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞാണോ നിനക്ക് മനസ്സിലായ? ഹണി റോസ്. ഹണി റോസ് അതാരാണ്? അയ്യോ, അത് മലയാളത്തിലെ വലിയൊരു നടിയല്ലേ? ആണോ? എന്താണ് സെർച്ച് ചെയ്യുന്നത്? ഹണി റോസ് ന്യൂ ഇനോഗ്രേഷൻ വീഡിയോസ്. എന്നെ സെർച്ച് ചെയ്യാറുണ്ട്. ഹണി റോസിന്റെ പ്ലേസ് ഒക്കെ എവിടെയാണ്? ഒരുപാട് പേര് സെർച്ച് ചെയ്യാറ്. അയ്യോ, ഇത് ആരൊക്കെ ഇരിക്കണേ നോക്ക്. എന്റെ മുന്നേ നിങ്ങളൊക്കെ എത്ര പേരാന്നറിയോ ഓരോ ദിവസം ഞങ്ങൾ കൂടെ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ഗൂഗിളിൽ കൂടെ ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ട്. ഗിന്നസ് പക്രു ആണല്ലേ? അതല്ലേ? അതെ. ഈ അടുത്തൊരു മകളുണ്ടായി. എന്നെ കുറിച്ചിട്ടുള്ള കുഞ്ഞുവാവ ഉണ്ടായില്ലേ? കുഞ്ഞുവാവ ഉണ്ടായപ്പോ കുഞ്ഞുവാവയുടെ പേരെന്താണ്, കുഞ്ഞുവാവയുടെ നാളെന്താണെന്നൊക്കെ ഒരുപാട് പേര് സെർച്ച് ചെയ്തു. അതുപോലെ തന്നെ പിഷാരടിയുടെ ഭാര്യയുടെ പേരെന്താണ്, ഭാര്യയുടെ വീട് എവിടെയാണ്, മക്കൾ എത്ര പേരുണ്ട്, എത്ര പേരാ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് അപ്പൊ ഞങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടോ? പിന്നെ എല്ലാം അറിയാം. അങ്ങനെ എലീന പഠിക്കലിന്റെ സെർച്ച് ഹിസ്റ്ററി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നോക്കട്ടെ. പുള്ളിക്കാരി സെർച്ച് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? കൂടുതലും ഭർത്താവിനെ കൊണ്ട് എങ്ങനെ വീട്ടിലെ ജോലികൾ ചെയ്യിക്കാം, ഭർത്താവിനെ എങ്ങനെ വരുതിയിലാക്കാം എന്നുള്ളതാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. ആഹാ, പക്ഷെ എന്റെ അടുത്ത് കൂടുതൽ ചോദിക്കുന്നത് എത്ര ഹൈറ്റ് ആണെന്നൊക്കെയാ ചോദിക്കുന്നത്. ആർക്ക്? ഭർത്താവിനാ? അല്ലല്ല, എലീനക്ക്. ആണുങ്ങള് അതൊക്കെയാ ചോദിക്കാറ്. പക്രു ചേട്ടൻ എന്താ സെർച്ച് ചെയ്യുന്നത്? അയ്യോ, അത് എന്റെ അടുത്താണ് കൂടുതലും. ചേട്ടൻ യൂട്യൂബിലാ കൂടുതലും. ആണോ? നോക്കട്ടെ കേട്ടോ, ഞാൻ ഒന്ന് നോക്കട്ടെ. നിങ്ങൾ യൂട്യൂബിലൊക്കെ വലിയ ഇതല്ലേ? ഭയങ്കര ഡീസന്റ് ആയിട്ടാ പുള്ളി. രാവിലെ തൊട്ട് രാത്രി 8 മണി വരെ താരാട്ട് പാട്ട് മാത്രം സെർച്ച് ചെയ്തോണ്ടിരിക്കും. കുടുംബശ്രീ മക്കളോടൊക്കെ. മാന്യമായ ഒരു ആളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നോക്കട്ടെ നോക്കട്ടെ, വളരെ മാന്യനായ നിർത്ത്. 9:30-ക്ക് ശേഷം മാറിയിട്ടുണ്ട് കേട്ടാ. 9:30-ക്ക് ശേഷം മാറിയിട്ടുണ്ട്. തമിഴ് റൊമാൻറ്റിക് വീഡിയോസ്. തമിഴ് റൊമാൻറ്റിക് വീഡിയോസ്. സ്റ്റേറ്റ് വിട്ടുള്ള പരിപാടികളാണ്. പേടിക്കേണ്ട കാര്യമില്ലല്ലോ, വേറെ റൂട്ടിലല്ലേ പോണേ. പിഷുവിന്റെ ഇതുണ്ട്, അത് നോക്കണം. അയ്യോ അത് ഞാൻ പറഞ്ഞു. പിഷുവിന്റെ പോലീസ് സ്റ്റോറി ഇല്ലേ? പോലീസ് സ്റ്റോറി ഏത് ചാനലാണ് പറഞ്ഞേക്കുന്നതെന്ന് പുള്ളി സെർച്ച് ചെയ്യാറുണ്ട്. ഞാൻ തന്നെ സെർച്ച് ചെയ്യാറുണ്ട്. ഏതൊക്കെ ചാനലിൽ പോയാണ് ഈ കഥ പറഞ്ഞതെന്ന് പുള്ളിക്ക് തന്നെ നിശ്ചയില്ല. അപ്പൊ ഇവിടെ വന്നിരുന്നുണ്ട്, അത് പറഞ്ഞാൽ പൊളിഞ്ഞു പോയില്ലേ? മാറി പറയാൻ വേണ്ടി മാറി പറയാൻ വേണ്ടി അങ്ങനെ പുള്ളി തന്നെ അടിച്ച് ചെക്ക് ചെയ്യും. ശരി, ഞാൻ വേറൊരു കാര്യം, ഓരോ കഥകളും ഓരോ ചാനലിൽ പോകുമ്പോൾ പുള്ളി സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സണൽ ചാറ്റ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടോ? അതാണ് എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്. എന്താണ്? ഈ പിഷാരടിയുടെ പേഴ്സണൽ ചാറ്റ് ഒക്കെ അറിയാൻ പറ്റുമോ? എടുക്കാവോ? എന്തെങ്കിലും എടുത്താലും മതി. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് തോമസ് എന്ന് പേരുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ചാറ്റ് ചെയ്യുകയാണ്. രാത്രിയിലാണ്. അപ്പൊ പിഷുവിനോട് ചോദിച്ചു, പിഷു എവിടെയാണെന്ന് എഴുതി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ എവിടെയാണെന്ന് അങ്ങോട്ടൊരു ചോദ്യം. ഇങ്ങോട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോ അങ്ങോട്ടും അതേപോലെ ഒരു ചോദ്യം, നിങ്ങൾ എവിടെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു പാവം പിടിച്ചവനായിരുന്നു, എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഞാനിങ്ങനെ വഴി കിടക്കുകയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പറയാ, സോറി ഞാനൊരു മീറ്റിംഗിലാണെന്ന്. അങ്ങോട്ട് അയ്യോ, അത് കട്ട് ചെയ്തു. ഉടനെ തന്നെ ഇപ്പൊ റോസ്മേരി എന്ന് പറഞ്ഞൊരു പെണ്ണ തൊട്ട് ഉടനെ തന്നെ വീണ്ടും ചാറ്റ് ചെയ്തു, പിഷു എവിടെയാണ്, ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഫ്രീ എന്ന് കേട്ടതേ ഉള്ളു, അപ്പോഴേ പറയാം ഞാൻ ഫ്രീ ആണെന്ന്. ഇതൊക്കെ ഊടായിപ്പല്ലെന്ന്. അപ്പൊ ആ പെൺകുട്ടി പറയാണ്, ഞാൻ വലിയൊരു ഫാനാണ് നിങ്ങളുടെ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് സീലിംഗ് ഫാൻ ആണോ ടേബിൾ ഫാൻ ആണോ എന്ന്. അതെന്തിനാന്നറിയാം? അത് കോമഡി അല്ല, അത് കോമഡി റൂട്ടിൽ പിടിച്ചു കയറുകയാണ്. അതൊക്കെ സത്യത്തിൽ ഞാൻ ഇതിനു വേണ്ടി സമയം കളയത്തില്ല കേട്ടോ. ഞാനിടയ്ക്ക് യൂട്യൂബിൽ കയറിയിട്ട് ഉല്ലാസ് പന്തളം കോമഡി എന്ന് സെർച്ച് ചെയ്യും. അപ്പൊ എനിക്ക് കുറെ കൗണ്ടർ കിട്ടും. ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ റോസ്മേരി ആറ്റിയും അടിച്ചടിച്ച് കൊടുക്കും. അങ്ങനെയാ ചെയ്യുന്നത്. അല്ല നമ്മൾ നന്നായിട്ട് സമയമില്ല. ആരാണ് ഉല്ലാസ് പന്തളം? എനിക്ക് അറിയില്ല. ഉല്ലാസ് പന്തളം കോമഡി നടിച്ച ഇടയ്ക്ക് വരാറുണ്ട്. എത്രയോ മണിക്കൂർ കിടപ്പുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നോക്കുന്നത്. ഗേൾസിന് കൊടുക്കാൻ പറ്റുന്ന കോമഡി ഉണ്ടോ? സീലിംഗ് ഫാൻ ടേബിൾ ഫാൻ പോലത്തെ സാധനങ്ങൾ അത് കിട്ടും. നിങ്ങൾക്ക് അത് വേണമല്ലേ? 11 മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അങ്ങോട്ടൊരു മെസ്സേജ് വീണ്ടും അയക്കാണ്, ഞാൻ ഫ്രീ ആണ്.
11 മണി കഴിഞ്ഞ് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഓ അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ മറുപടിയാണ്, സോറി 11 മണിയാകുമ്പോഴത്തേക്ക് മുത്തശ്ശി കിടക്കും, മുത്തശ്ശിയാണ് ഫാൻ. അപ്പൊ ഇദ്ദേഹം, സോറി എന്റെ ബാറ്ററി ഡൗൺ ആയി, ഇപ്പൊ ഓഫ് ആകുമെന്ന് തോന്നുന്നു. ഓ പിന്നെ കട്ടായി പോയി. പിന്നെ രക്ഷപ്പെട്ടു. ഇതെന്താ നിങ്ങൾ ഈ ചാറ്റ് ഹിസ്റ്ററി നമ്മൾ ഡിലേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അത് ഇവിടെ വന്ന് ഈ പൊതുസ്ഥലത്ത് പറയുന്നതിനോട് എനിക്ക് വലിയ എതിർപ്പുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. അല്ല, അതിനകത്ത് ഫോണിനകത്ത് തന്നെ സെറ്റിംഗ്സ് ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്തോളാം. എന്നിട്ട് നമ്മളത് ചെയ്യും. കെയറിങ് ആയിരിക്കണം. അത് നമ്മൾ കെയർ ചെയ്ത് അങ്ങനെ പോകുള്ളൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ലീക്ക് ആവും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. 24 മണിക്കൂർ ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാല് കണ്ണുപോകും. ഹെഡ്ഫോൺ വെച്ചോണ്ടിരുന്ന ചെവി അടിച്ചു പോകും. പിന്നെ നാക്ക് മാത്രമേ കാണുള്ളൂ. അതെ. അല്ല, നമ്മളതിന് ചെയ്യാവുന്ന ഒരു കാര്യം, ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഫോണിൽ. അതാക്കിയിട്ട് ആ ഫോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ തന്നെ മെന്റൽ റിവാർഡ്സ് കുറയും, കുറച്ച് കളർ കുറയും. നമ്മളിങ്ങനെ തട്ടിയാലൊക്കെ എല്ലാം കളറായിട്ട് കാണുന്നതുകൊണ്ടാണ് നമുക്കൊരു സന്തോഷം. കളർ കുറച്ച് അങ്ങനെ ഞങ്ങൾ ഉപയോഗം കുറച്ചോളാം കേട്ടോ. കുറച്ചാ നല്ലതാ. എല്ലാരോടും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ, ഷെയർ ചെയ്തേക്കണം. ചെയ്തേക്കാം. യൂട്യൂബ് ഇപ്പൊ ഇത്രയൊക്കെ സെർച്ച് ഹിസ്റ്ററി പറഞ്ഞല്ലോ. ആദ്യമായിട്ട് യൂട്യൂബിൽ വന്ന വീഡിയോ ഏതാണെന്നറിയോ? ഇല്ല. നിങ്ങളുടെ അകത്ത് വന്ന വീഡിയോ പറ്റി അല്ലേ ചോദിക്കുന്നത്? പറയാവോ? ഒരുപാട് വീഡിയോ ഉള്ളതുകൊണ്ട് ഒരുപാട് വീഡിയോകൾ വന്നിങ്ങനെ നിറഞ്ഞോണ്ടിരിക്കല്ലേ. ആദ്യം വന്ന വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അടുത്ത കൊല്ലം 25 ആവുമ്പോ 20 കൊല്ലം യൂട്യൂബ് വന്നിട്ട്. തനിക്ക് 20 വയസ്സാവും അടുത്ത കൊല്ലം 2025. 2005 ഇത് തുടങ്ങിയത്. മീ അറ്റ് സു എന്ന് പറയുന്നതാണ് അതിൽ വന്ന ആദ്യത്തെ വീഡിയോ. അത് 2005 ഏപ്രിലോ മറ്റാണ് ഈ വീഡിയോ വരുന്നത്. മീ അറ്റ് സു, എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. ജാവേദ് എന്ന് പറഞ്ഞത് ഇതിന്റെ ഫൗണ്ടേഴ്സിലുള്ള ഒരാളാണ് ആ വീഡിയോ ആദ്യമായിട്ട് ഇട്ടത്. അത് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു സൂല് നിന്നെടുത്തിട്ട വീഡിയോ ആണ് ആദ്യമായിട്ട് വന്നത്. 20 വർഷം ആകുന്നു. 20 വർഷം. ആ നിൽക്കുന്ന സ്ത്രീക്ക് 20 വയസ്സാണ് അടുത്ത കൊല്ലം. അറിയാമോ? കേക്ക് കുറിച്ച് നമുക്ക് ആഘോഷിക്കണം. എന്നേലും ഭയങ്കര അറിവായി. ഞങ്ങളുടെ ഗൂഗിളാണിത്, മനസ്സിലായേ? മനുഷ്യന്മാരുടെ ഗൂഗിളാണിത്. വേണോ ഇതിട്ട് ഇവിടെ നിൽക്കുന്നോ? വേണ്ട, അത് നിങ്ങൾ തന്നെ കേട്ടോ. അത് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അത് ഇവിടെ ചോദിച്ചിട്ട് തരുവാണെങ്കിൽ നാട്ടിൽ കൊണ്ടിട്ട് കൊമ്മാടി കൊണ്ട് ഷൈൻ ചെയ്യാം. ഇത് കൊണ്ടോ വേണം കേട്ടോ. സാരമില്ല, ഞങ്ങളുടെ കൈ നിന്നാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാലോ, എന്ത് വേണേലും ഇടാലോ. ഞാന് ഒരു വീട്ടില് UK പോയപ്പോഴേ എന്തോ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്. അലക്സ. അലക്സ. അത് ഞാൻ പേര് മറന്നു. ഞാൻ ചോദിക്കട്ടെ, ഉല്ലാസ് പന്തളം ആരാണെന്ന്? സത്യം പറഞ്ഞ എനിക്ക് അതിനകത്ത് വലിയ ഇത് അറിയില്ലായിരുന്നു. ഹു ഈസ് ഉല്ലാസ് പന്തളം? അത് അടിച്ചു കൊടുത്തു. ഉല്ലാസ് പന്തളം ഈസ് എ കൊമേഡിയൻ ഫ്രം ഇന്ത്യ. ഫുൾ ഡീറ്റെയിൽസ് പറയൂ. അത് പറഞ്ഞു. ആരാന്ന് വിചാരിച്ചിട്ടാ വലിയ സംഭവം. അത് ഞാൻ സത്യം പറയാൻ ഞെട്ടിപ്പോയി, പുള്ളിക്കാരനും ഞെട്ടിപ്പോയി. അലക്സ എക്കോഡോട്ട് എന്ന് പറയുന്ന ഒരു സാധനം. അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ നമ്മുടെ വീടിന്റെ ഫുൾ ഗൂഗിളിൽ കൺട്രോളും അലക്സയ്ക്ക് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പൊ കാറിലൊക്കെ ഉണ്ടല്ലോ. ആദ്യമായിട്ടൊരു പെണ്ണ് ഉല്ലാസന്റെ പറ്റി അപ്പൊ അയാൾ എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചാ, ഞാൻ ചോദിച്ചു നോക്കട്ടെ അയാളെ അറിയാവോന്ന്. അപ്പൊ അയാൾ വെറുതെ ചോദിച്ചതാണ്, ഫ്രണ്ടാണ്, അവരുടെ വീട്ടിൽ വരാൻ. അല്ല, ഇതിൽ പോലും രസകരമായ കഥ ഉണ്ട്. ഈ ഗൂഗിൾ മാപ്പിന് ആണിന്റെയും പെണ്ണിന്റെയും വോയിസ് വന്ന എന്താണെന്നറിയോ? ഗൂഗിൾ മാപ്പ് ആദ്യം പെണ്ണിന്റെ വോയിസ് ആയിരുന്നു. അപ്പം ചില രാജ്യങ്ങളിൽ പെണ്ണ് പറയുന്നത് കേട്ട് പോകാൻ പറ്റില്ല ആണുങ്ങൾക്ക് എന്നുള്ള ഈഗോ വർക്ക് ചെയ്തിട്ടാണ് ആണിന്റെയും കൂടെ ശബ്ദം ഗൂഗിൾ മാപ്പിന് വെച്ചു കൊടുത്തത്. ആദ്യം പെണ്ണ് മാത്രം ഉണ്ടായിരുന്നു ഗൂഗിൾ മാപ്പിന്. അതെ, ഗൂഗിൾ അമ്മച്ചി ഇതായിരുന്നല്ലോ. അല്ല, അതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇത് കളിയാക്കി ഗൂഗിൾ അമ്മായി എന്ന് വിളിക്കുവായിരുന്നു. ഗൂഗിൾ അമ്മായി എന്ന് വിളിക്കുന്ന അവസ്ഥയിലോട്ട് എത്തി. അതിലെല്ലാം ഇതിന്റെ ഗൂഗിൾ ആണേലും ഇതാണേലും നമ്മുടെ നിത്യജീവിതത്തിന്റെ വലിയ ഭാഗമായിട്ടാണ്. ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള 2 ക്യാരക്ടറുകളാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. അങ്ങനെ മലയാള TV-യിൽ ആദ്യമായിട്ട് യൂട്യൂബിന്റെ വേഷം ചെയ്തുകൊണ്ട് സൗമ്യയും ഗൂഗിളിന്റെ വേഷം ചെയ്തുകൊണ്ട് ഉല്ലാസ് പന്തളം. അതായത് ഇനി ഉല്ലാസ് ഒന്നും ഒരു വേഷം കെട്ടാൻ ബാക്കിയില്ല. കേരളത്തിലുള്ള എല്ലാ ജോലിയും എല്ലാ വേഷവും കഴിഞ്ഞു. അത് ഇടിച്ച് മീറ്റർ ഇടിച്ച് നിൽക്കുമ്പോ ഗൂഗിളായിട്ട് വന്നേക്കാണ്. അപ്പൊ ഷെബിനെ, ആ വേഷങ്ങൾ ജന്മങ്ങൾ എന്നുള്ള പാട്ടിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങ് പോകായിരുന്നു. ഞങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധിച്ചോണോട്ടാ. ശ്രദ്ധിക്കാം. പിറന്നാളിന്റെ ആഘോഷ ദിവസം ഞങ്ങൾ വിളിക്കും. കൃത്യമായിട്ട് നിങ്ങൾ വരണം കേട്ടോ. കേക്ക് കെട്ടിയാൽ നിങ്ങൾ 3 പേര് അത് നമുക്ക് മില്യൺ വ്യൂസും ആക്കണം. അത്രേ ഉള്ളൂ. ശരി. ബൈ ഗൂഗിൾ, ബൈ യൂട്യൂബ്. വന്ന വഴിയെ പറഞ്ഞ സൂക്കറെണ്ണം പേരിട്ടെന്ന് ഗൂഗിളിന്. അത് മേറ്റേഡ് ഓണർ ആട്ടോ, ഗൂഗിളിന്റെ അല്ല. ഒന്ന് തിരുത്തിയാറേ. ഓട്ടെ കണ്ടോ ഞങ്ങളുടെ ഗൂഗിൾ പറയുന്നത്. സാർ, ചിക്കൻ ഫ്രൈ. സൂപ്പ് അതിപ്പോ കൊണ്ടുവരാം സാർ. ആണല്ലേ സാർ ബില്ല് വേണ്ട, നീ ടിപ്പായിട്ട് എടുത്തോ. താങ്ക് യു സാർ. ഓക്കെ. കാരണം ബില്ലും കൊണ്ടുവന്നിരിക്കുന്ന പുല്ലേ, അതൊക്കെ പ്രൊഡ്യൂസറെ ജോലിയില്ലേ. നമ്മളിങ്ങനെ ഇരിക്കുക, ചിക്കൻ ഫ്രൈ ചെയ്യുക. ഞാൻ കൊണ്ട് വിളിക്കട്ടെ. ഹലോ. അതെ, ഇരട്ട സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ജോസ് ജോയ്. അതെ. പിന്നെ ഞങ്ങളൊരു സ്ക്രിപ്റ്റിന്റെ വർക്കിൽ ഇരിക്കുമല്ലോ ഇപ്പം. പിന്നെ
എത്രയോ പേരാണ് വിളിക്കുന്നത്. ഇന്നലെ തന്നെ രാജമൗലി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ആയിരിക്കും നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെന്ന് 10 പേരോട് പറഞ്ഞാലേ അടുത്ത വർക്ക് കിട്ടത്തുള്ളൂ. അല്ലേ? ഞാൻ ഒന്നാമത് ഒളിച്ച് താമസിക്കുമ്പോഴാണ് ഇവിടെ താമസിക്കുന്നത്. അതിനെതിന് ഇന്നലത്തോടാ മലയാള സിനിമ ഞെട്ടാൻ പോണ ഒരു സംഭവം ഞാൻ അറിഞ്ഞു. എന്തോന്ന് നമ്മളെ കൊണ്ട് ഒരു കിഴങ്ങും പറ്റൂല. സത്യം. 3 വർഷമായി ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതായിരുന്നില്ല. ഇന്നലെ ഞാൻ റിസപ്ഷനിൽ ചെന്നപ്പോഴേ നമ്മൾ കുടിച്ച ജ്യൂസിന്റെ ബില്ല് അവിടെ അടുക്കി വെച്ചിരിക്കുന്നു. എത്ര ഉണ്ട്? 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയാ? എന്റെ ദൈവമേ, എന്നാ ചെയ്യടാവേ. ഏതായാലും നമ്മൾ ഇവിടുന്ന് മുങ്ങാൻ പോവാണ്. ഞാൻ മുങ്ങാൻ പോകണം. അങ്ങനെയാണെന്നുണ്ട് ഒരു കാര്യം ചെയ്യാം. അത്രയും ജ്യൂസിന്റെ കൂടെ 2 ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് കുടിച്ചിട്ട് പോകാം. അതാണ് നല്ലത്. ഒരു കുഴപ്പമില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ട് വരാം. 2 ജ്യൂസും ആട്രാ, അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വെല്ലു വന്ന്. ഹലോ, ആ 2 ജോസാ സാറേ. ജോസ് പ്രൊഡ്യൂസർ. അതെ സാറേ. ഓക്കെ. ആ സ്ക്രിപ്റ്റാ തീർന്നു. അതെല്ലാം സീൻ ബൈ സീൻ ആയിട്ട് എഴുതി ക്ലിയർ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സാർ ഇങ്ങോട്ട് വന്നോ? എവിടെ റിസപ്ഷൻ വന്നാ? സാർ നീ എവിടെ പോന്നു? ഞാൻ പോകാൻ. നീ പോകുന്നില്ല. പുള്ളിക്കാരൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേ പ്രശ്നമാവും. ഞാൻ പറയാം. നമ്മൾ പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവൻ പോയാ വേണ്ട, അവൻ പോട്ടെ, പുള്ളിക്കാരന് പിടി കൊടുക്കട്ടെ. എനിക്ക് പാത്തിരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനിവിടെ പാത്തിരുന്നോളാം അവിടുന്ന്. ഇതെപ്പോ കേറി? എപ്പോഴേ കയറി. ആണാ? കാരണം കയറി. കേറി. ബേബി, ഈ ചെമ്പൂരി ടൈറ്റസിന്റെ ആദ്യത്തെ സിനിമയാണ്. അത് സൂപ്പർ ഹിറ്റ് ആവും. പിന്നല്ലാതെ. അതിനു വേണ്ടിയാണ് ഇരട്ട എഴുത്തുകാര് ഈ ഹോട്ടലിൽ ഞാൻ എഴുതാൻ വേണ്ടി ഇരുത്തിയിരിക്കുന്നത്. 3 വർഷമായി. ഇന്ന് കഥ കേട്ടിട്ട് തിരിച്ചു പോകത്തുള്ളൂ. അല്ല ബേബി, 3 വർഷം എന്ന് പറയുമ്പോ ഒരുപാട് ക്യാഷ് ആവില്ലേ? ഇല്ല ബേബി, ഞാൻ ഫീൽഡിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവർ 5 വർഷം കൊണ്ടാണ് ഒരു സിനിമ എഴുതുന്നത്. അതെയാ? പക്ഷെ ഇപ്പൊ 3 വർഷമല്ലേ ആയുള്ളൂ. അപ്പൊ നമുക്ക് ലാഭമല്ലേ? അത് 2 വർഷത്തെ ക്യാഷ് ലാഭം. Yeah. ബേബി, പിന്നെ ഇൻഡസ്ട്രിയിൽ ഒരു ടോക്ക് ഉണ്ട്. എന്താ talk? ബേബി ഫഫേ ഞാൻ നനയാണെന്ന്. ഫഫേൻ തന്നെ? അത് മറ്റേ ഫസിൽ എന്ന് പറഞ്ഞ ചെറുക്കനില്ലേ, ആ ചെറുക്കന്റെ പേര് ഫഫേന്നാക്കി, നസ്രിയ നസീം നനേന്നാക്കി. അതുപോലെ ബേബിയുടെ പേരും ഷോർട്ട് ആക്കണം. അങ്ങനെ ഇട്ടേച്ച സിനിമ വിജയിക്കും അല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ എന്റെ പേരും ഷോർട്ട് ആക്കണം. ചെമ്പൂർ ടൈറ്റസ് എന്നുള്ളത് ചെമ്പൂരിന്റെ ചേയും ടൈറ്റസിന്റെ ഇറ്റയും. അപ്പൊ ചെറ്റെന്ന് വിളിക്കും. അപ്പൊ അത് വേണ്ട, അത് വേണ്ട. അയ്യോ അത് വേണ്ട. ജൂനിയർ ഫഹദ് ഫാസിലും ജൂനിയർ നസ്രീൻ, അത് മതി. ഇവിടെ പോയി ഇവിടെ ആരും ഇരട്ട എഴുത്തുകാരെ എവിടെ? ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇവന്മാര്. ഓ ബേബി, എഴുത്തുകാരെ അവര് ബേബിനെ പറ്റിക്കാണ്. ഇവിടെ ആരുമില്ല. പറ്റിക്കാനാ? എന്റെ ജീവിതത്തിൽ ഇന്ന് അവർ ഓരോരുത്തരും പറ്റിച്ചിട്ടില്ല. പിന്നെ 10-25 രൂപ ഞാൻ പറ്റിക്കണ ഈ പൊട്ടന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാം പറഞ്ഞായിരുന്നാ? ഓ ബേബിനെ അവര് പറ്റിക്കാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ. അങ്ങനെ എന്നെ പറ്റിച്ചയച്ചാ ആമാരെ തോക്ക് ഉപയോഗിച്ച് ഞാൻ വെടിവെച്ച് കൊല്ലും. ഇവിടെ ഉണ്ട് കേട്ടാ, നൈസ് ക്വാളിറ്റി എന്നോണം. ഒരു ട്രിക്ക് കാണിച്ചു തരാം. ബേബി, അവന്മാർ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. അതെ ബേബി, നമുക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം കേട്ടാ. നമുക്ക് പോണേ. നമ്മളെ പോയി അടിച്ചു പോ, അടിച്ചടിച്ചു പോ. എടാ, ആ വെടല പോയെന്ന് തോന്നുന്നു കേട്ടാ. രക്ഷപ്പെട്ടു നമ്മള്. ദൈവമേ, ഞാൻ ചെന്നത്തോടെ ജ്യൂസ് കൂടി തീർന്നു. ഇതുപോലെ കിഴങ്ങന്മാരുണ്ടോടാ? ഇത്രയും നാൾ ഈ ഫീൽഡിൽ നിന്നിട്ടേ ഇതേപോലെ ഒരു കിഴങ്ങൻ പ്രൊഡ്യൂസറാ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അണ്ണ ഇപ്പൊ ഒന്ന് വരണ്ടായിരുന്ന എന്തൊരു വിശേഷം ഉണ്ടാ? ഉണ്ണിക്കണോ? അല്ല, അണ്ണൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വല്ല അഴിച്ചു വെച്ചേക്കണ? അതുകൊണ്ടല്ല, പിന്നെ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിന്നാൻ തോന്നും. അതും കൂടിയേ ഉള്ളു ബാക്കി. രണ്ടിടത്തിനെ കൊന്നളായി ഞാൻ. ഇങ്ങോട്ട് മാറിയടാ. എടാ, 3 വർഷമായി ഹോട്ടലിൽ ഞാൻ റൂം എടുത്ത് തന്നിട്ട് ഇതുവരെ കഥയെ തീർത്തില്ല. മര്യാദ കഥയെ തീർത്തില്ല. ഞാൻ കഥ പറയാം. കഥ പറഞ്ഞില്ല, ബാ വലിച്ചു കയറി ഞാൻ. സാറിനെ ശ്രദ്ധിച്ചില്ലേ നീ? കണ്ടില്ലേ? സത്യം പറയാ, സത്യം പറഞ്ഞാൽ സാർ ഈ ഷർട്ട് ഇട്ടോണ്ട് വന്നപ്പോണ്ടല്ലോ വേറൊരു ലുക്ക് അടിപൊളിയല്ലോ. ഇത് എവിടെ നിന്ന് മേടിച്ചു? അപ്പം മേടിച്ചത്? നമ്മുടെ ഈ സിനിമ 50ാമത്തെ ദിവസം ആഘോഷിക്കുമല്ലോ, ഇടാൻ വേണ്ടി വാങ്ങിച്ചാണ്. അവിടെ എഴുതി തീർന്നില്ല, അതിനും 50ാമത്തെ ദിവസത്തിനുള്ള നീക്കല്ലേ എഴുതുന്നത്. ഇറങ്ങുമല്ലെന്ന് ആർക്കറിയാം. അപ്പൊ അന്നിരുന്ന് പാകമായില്ലെങ്കിൽ അതാണ് ഇപ്പോഴായിട്ടുണ്ട് വന്നത്. പിന്നെ റിലീസ് ഇടാൻ വേണ്ടി ഒരു ഷർട്ട് വാങ്ങിച്ചു. അത് ഇന്നലെ പാറ്റ വെട്ടി. ഇത് വെറുതെ പാറ്റ വെട്ടാൻ കൊടുക്കണത്. സാറൊന്ന് കൂളാവ്. ഞാൻ പറയണ, ഞാൻ ഇവനും കൂടെ ഏറ്റെടുത്ത് കഴിഞ്ഞ് 50 കോടി ക്ലബിൽ ഞാൻ കൊണ്ടുപോയി. നീയൊക്കെ ഇവിടെ എഴുതാൻ വന്നപ്പോ ആദ്യം പറഞ്ഞത് 500 കോടി ക്ലബ് എന്ന്, പിന്നെ പറഞ്ഞ് 250 കോടി ക്ലബ് എന്നും. 50 കോടി ക്ലബ് വേണ്ട. ഇടേ, അവസാനം എന്റെ വീടിന്റെ അടുത്തുള്ള മലർവാടി ക്ലബിലെങ്കിലും ഇതിനെ സീറ്റ് കാണിക്കാൻ പറ്റുമോടെ? സ്ക്രിപ്റ്റ് എല്ലാം റെഡി ആയിട്ടിരിക്കുമല്ലോ.
നിങ്ങളെ ഒരുപാട് ഞാൻ വഴക്ക് പറഞ്ഞേട്ടാ. സ്ക്രിപ്റ്റ് ഒക്കെ ഇവിടെ എഴുതി അടുക്കി വെച്ചിരിക്കുന്നല്ലേ? അയ്യോ അത് സ്ക്രിപ്റ്റ് അല്ല, ഞങ്ങൾ കഴിച്ചതിന്റെ ഹോട്ടൽ ബില്ല്. സ്ക്രിപ്റ്റ് നീ നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് നോക്കണം. കണ്ടോ, നീ വായിക്കുവായിരുന്ന വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഇത് കൊടുക്കും. നീ കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്തു. ഇല്ല പൊളിയത്തില്ല. കണ്ണാടി വെച്ചോട്ട്, കണ്ണാടി വെച്ചോട്ട്. കാര്യം ഒന്നും കപ്പൽ വായി. അപ്പൊ പോടുന്നു. നല്ല കണ്ടന്റ് ഉണ്ടല്ലോ. ഇത് കൊറേ കയറും കേട്ടാ. അത് വായിക്കാനല്ലേ കണ്ണാടി ചോദിച്ചാ? ഇല്ല, വെയിറ്റ് എടുത്താൽ ഞാൻ കണ്ണ് വേദനിക്കും. അങ്ങനെയാണ് കണ്ണാടി വെക്കണം. അങ്ങനായിരുന്നു. അപ്പൊ വായിക്കാം. വായിക്കാം. അങ്ങനെ അങ്ങ് വായിച്ചാലാ കണ്ണാ കൂച്ചണ്ടേ? സത്യം പറഞ്ഞാൽ അത് പറയാനിരിക്കുവായിരിക്കും. എന്നാലല്ലേ ഒരു മൂടുള്ളൂ. നമ്മൾ ഈ വർക്ക് ചെയ്താൽ മാത്രം, നമ്മൾ അടിച്ചാൽ മാത്രം നമുക്ക് ആ കഥയിലൊക്കെ ഒന്ന് ആഴ്ന്ന് ഇറങ്ങാൻ കോച്ചിങ് എടുത്തോണ്ട് വാ. ഞാൻ ഒരു കാര്യം ഞാൻ കോച്ചാണെന്ന് പറഞ്ഞു മടുക്കെന്ന് അടിക്കരുത്. എനിക്കറിയാം. ആദ്യം സ്കോച്ച് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നാക്ക് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഥ പറയാൻ പറ്റത്തില്ല. ഞാൻ മൂടാവുന്നവരെ അടിക്കാം. അത് മതി, അത് മതി. സ്കോച്ചൊക്കെ അടിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു 10 വർഷം പെടുന്ന ഈ പടം. അയ്യോ സ്കോച്ച് ഗ്ലാസ് ഉണ്ടോ നോക്കി, ഗ്ലാസ് ഉണ്ടോ നോക്കി. ആറേ സ്കോച്ച് എന്ന് പറഞ്ഞിട്ട് അതാ മാട്ട സാധനമാണല്ലോ. അന്നേ നീയൊക്കെ നല്ല സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞോണ്ട് മാറ്റ സ്ക്രിപ്റ്റുകളുടെ എനിക്ക് തരുന്നത്. അപ്പൊ ഇതൊക്കെ കൂച്ചിയാ മതി. സാറേ മാറ്റം പീട്ടെ ഒന്നും വേണം നമുക്ക് ഇവിടെ. സാർ ആദ്യം നമ്മുടെ ഇവിടെ എഴുതാൻ വന്നപ്പോഴത്തേക്ക് സാർ ഒരു സാധനം വലിക്കാൻ തന്നല്ലോ. ആ സാധനം അടിക്കുവാണെങ്കിൽ കഥ ചറപറാന്ന് വരും. തനിക്കൊക്കെ ന്യൂജൻ ക്രിയേറ്റിവിറ്റി കിട്ടാൻ വേണ്ടി പാവം പിടിച്ച മനുഷ്യൻ കഞ്ചാവ് അന്വേഷിച്ച് എവിടം വരെ പോയെന്നറിയാമോ? അങ്ങനെ കഞ്ചാവ് കിട്ടിയിട്ട് അത് ഒറിജിനൽ ആണെന്ന് അറിയാൻ വേണ്ടിട്ട് ആ എറണാകുളം മാർക്കറ്റിന്റെ അകത്ത് പോയിന്ന് വലിച്ച് ഈ കഞ്ചാവും വലിച്ച് ഇങ്ങനെ ഈ കഞ്ചാവും വലിച്ച് കിളിയും പോയി അവിടെ വേസ്റ്റ് ഇടാൻ വെച്ച കങ്കാരു സണ്ണിയിലാണെന്ന് പറയാൻ എന്റെ ചുണ്ടും കടിച്ചു പറിച്ച് അവസാനം അതിന്റെ ആ വേസ്റ്റ് കൊട്ടക്കകത്ത് കയറി അതിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയേക്കണെന്ന്. എന്റെ സാറേ അത് മാത്രമല്ല, പിന്നെ ഞാൻ നോക്കിയപ്പോ മെട്രോ ട്രെയിൻ വിട്ടു പോണു. ഞാൻ വിചാരിച്ചെന്റെ അരഞ്ഞെണ്ണം പൊട്ടി ഓടണം. ഞാൻ എന്റെ പുറകെ ഓടിച്ചത് നിന്നപ്പോ ഒരു ട്രാഫിക് പോലീസുകാരൻ ലൈസൻസ് എടുക്കാൻ ഞാൻ മുണ്ടുപോയി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവർ സ്കാൻ ചെയ്തോണ്ട് പോയി. എന്നിട്ട് വീട് ചെന്നപ്പോ 3 പറ്റി. ആർക്കൊക്കെ? എനിക്കും കഞ്ചാവിനും പിന്നെ ആ കങ്കാരുവിനും. പിന്നെ മെട്രോ ട്രെയിനിന്റെ പുറകെ ഓടിയില്ലേ പറ്റി. അത് പുറകെ വരണേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ വായിക്കാം. സീൻ 1. ബാക്കി നീ വായി. ഞാനങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. സീൻ 1 തുടക്കത്തിൽ സീനാണ് പറയാൻ പോകുന്നത്. ഒരു ആഡംബര കാറ് ചീറിപ്പാഞ്ഞു വരികയാണ്. ചീറിപ്പാഞ്ഞ് വിജനമായ വഴിയിലൂടെ ഇങ്ങനെ വന്നിട്ട് അവിടുത്തെ ആൽത്തറയുടെ മൂട്ടിൽ വന്നിട്ട് ഒരു റൗണ്ട് അങ്ങോട്ട് കറങ്ങിയിട്ട് ഒരൊറ്റ ചവിട്ടി നിർത്താൻ ഇങ്ങനെ സൂപ്പർ. ഈ പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ പറന്നിങ്ങനെ പൊങ്ങി അത് വേണം. അപ്പൊ നേരെ ക്യാമറ ജിപ്പി കൊടുക്കുന്നു. അവിടുന്ന് നേരെ കൊടുക്കുന്നു കഴിയുമ്പോഴത്തേന് ആ കാറിന്റെ ഡോർ തുറന്നു ഒരു അജാന ബാഹുവായ ഒരാൾ ഇറങ്ങി ഇങ്ങനെ ഗംഭീരായിട്ടുണ്ട്. അല്ല അതാരത്? ആരത്? എടി ആരത്? ആ കാറിൽ നിറങ്ങുന്ന ആര്? നിങ്ങളെ കാറിൽ നിറങ്ങിയ ആളാ. എനിക്കെങ്ങനെ അറിയാം? എന്റെ കാര്യം എടി ആര് കാറിൽ ഇറങ്ങി വന്നു? കഥ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നെ പിടിച്ചു കൊന്നുകളയും. ഭ്രാന്തെടുത്തിരിക്കുകയാണ് ഞാൻ. നല്ല കാര്യം. നമ്മൾ കുടിച്ച ഓരോ ജ്യൂസിനും നമ്മളെ ജീവന്റെ വിലയുണ്ട്. കാര്യം പറഞ്ഞു കൊടുക്കും. സാറേ കൂളാവും സാറേ. സാറൊന്ന് കൂളാവും. സാറിന്റെ അടുത്ത് ആദ്യം നമ്മളൊരു കഥ പറഞ്ഞില്ലേ, റോക്കി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ്. ആ കഥ സാറിന് ഇഷ്ടപ്പെട്ടായിരുന്നോ? നല്ല കഥയായിരുന്നു. നല്ല കഥയായിരുന്നല്ലോ. അപ്പോൾ ആ കഥ മര്യാദയ്ക്ക് നമ്മൾ എഴുതി ഒരു 6 മാസം ആയപ്പോഴാണ് സാറ് ഭ്രമയുഗം കണ്ടത്. എന്നിട്ട് പറഞ്ഞ അതിൽ ഈ യക്ഷി വന്ന് നായകനെ കണ്ടുപോകണതിന് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞോണ്ട് ഈ റോക്കിയെ കാണാൻ വേണ്ടി ഒരു യക്ഷി ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ ആ റൂട്ടിൽ കഥ പോയി. അങ്ങനെ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് എവിടെ നോക്കട്ടായിരിക്കണം ഈ സ്ക്രിപ്റ്റ്. റോക്കിയുടെ ഭ്രമം. അപ്പൊ അവിടെ എഴുതി വന്നപ്പോ ആ പടം വേറെ റൂട്ടാവെന്ന് പറഞ്ഞപ്പോ സാറ് എന്നെ മാറ്റാൻ പറഞ്ഞു. അപ്പോഴാണ് സാറും മഞ്ഞമ്മൽ ബോയ്സ് എന്നുള്ള പടം സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ആ റോക്കി എന്ന് പറയുന്ന നായകൻ ആ കുഴിക്കകത്ത് പോകണം, അവിടുന്ന് ആ റോക്കിനെ പൊക്കിയെടുക്കണം, പൊക്കിയെടുത്താലേ കഥ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് ഇതാണ് മഞ്ഞുമ്മൽ റോക്കി. അപ്പോഴാണ് നമ്മളെ കഷ്ടകാലത്തിൽ ആവേശം എന്ന് പറഞ്ഞ ഒരു പടം വന്നത്. അതിന്റെ 500 സീൻ എഴുതി മാറ്റി. അതിൽ വേറെ ഒന്നുമില്ല, എടാമോനെ മാത്രം. അതെ, പിന്നെ ഈ കൺഫ്യൂഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സോറി, ക്ഷമിക്കണം. അപ്പൊ നിങ്ങളുടെ തെറ്റല്ല. ഞാൻ നോക്കി ബേബി, നമ്മുടെ കാറിൽ ആരുമില്ല. നമ്മുടെ കാറിൽ ആരും. അതൊക്കെ വിട്, അതൊക്കെ കളഞ്ഞില്ലേ, അതൊക്കെ ഓർമ്മിച്ചോണ്ടിരിക്കണത്. ഇത് അവരുടെ തെറ്റല്ല.
നമ്മുടെ തെറ്റാണ്. അവിടെ ക്രിയേറ്റിവിറ്റി കിടക്കി നമ്മൾ കൈ കടത്തി. അവര് ആദ്യം പറഞ്ഞ കഥ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ സിനിമ ഇറങ്ങുകയാണ്. അതെ നമ്മുടെ തെറ്റാണ്, തീർച്ചയായിട്ടും ഈ പ്രൊഡ്യൂസറുടെ തെറ്റാണ്. നിങ്ങൾ ആ ആദ്യത്തെ കഥ ഒന്ന് വായിൽ കേൾക്കണം. ആദ്യത്തെ കഥ നീ പറയടാ. മറ്റേ നീ പറയാ കഥ പറ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായകൻ എന്ന് പറയുന്ന ആള് നേരെ കാറിൽ വരികയാണ്. അത് കൊള്ളാം. വിചിത്രമായ വലിയ ഗോസ്റ്റ് കാറിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നു. നേരെ ജംഗ്ഷനിലുള്ള ആൾത്തറാണ് ചവിട്ടിക്കൊണ്ടുവന്ന് 2 റൗണ്ട് ഇങ്ങനെ ചവിട്ടി നിർത്തുന്നു. പിന്നെ കാട്ടിൽ ഒറ്റ ചവിട്ടാണ്. ആക്ഷൻ മോള് വീണ്ടും അവിടുന്ന് കാറിന്റെ ഡോറ് തുറന്നിട്ട് ഒരു ബലിഷ്ടമായിട്ടുള്ള ഒരു കാലുകൾ ഇങ്ങനെ പുറത്തോട്ട് വന്ന് ചാടി ഒരു സിപ്പ. ഒരു പടി മുമ്പിൽ. ആരത്? ആരാടാ വന്ന്? ആരത്? ആരത്? അതാണ് ആരത്? 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 ആടിയത്? ആരെ എനിക്കറിയില്ല. ആര്? അല്ല ഇതിൽ നിന്ന് ഇറങ്ങിയതാ, കാറിൽ നിന്ന് ഇറങ്ങി. അത് എനിക്കറിയാം, നിങ്ങളെ കറിയുന്നതല്ലേ ഇറങ്ങി. ആരത്? എന്റെ കാറിൽ നിന്ന് ഇറങ്ങി. ആടിയത്? എനിക്കറിയില്ല ബേബി. അയ്യോ അമ്മാ, അയ്യോ അമ്മേ വയ്യ. അയ്യോ സോറി, യു കണ്ടിന്യൂ. ഓയാ കമാൺ ബേബി ഓയാ. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതല്ലെന്ന് ഇവിടെ ഒരു പടത്തിന്റെ ഡിസ്കഷൻ നടക്കണം. അത് ഏത് ടൈപ്പ് പടമൊന്നും എനിക്ക് മനസ്സിലായി. പ്രൊഡ്യൂസർ ഓ പുള്ളിയല്ല നായകനും. ഇവൻ എന്തോന്ന് പറയണത്? നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഞാൻ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായെന്ന്. അയ്യോ എടാ അതല്ല, ഇവര് എഴുത്തുകാരാ, ഞാൻ പ്രൊഡ്യൂസർ. ഇവർ എഴുതായിരുത്തിരുന്നു, ഇതൊരു കഥ എഴുതി തീർത്തിരുന്നു. അതാണ് ഒരു കാര്യം ചെയ്യ്, ഈ ചെറുപ്പക്കാരെ ഇവിടെ കേട്ട് ഇവന് മുമ്പ് നീ കഥ പറഞ്ഞാൽ മതി. നമ്മളെ കഥ അയ്യേ നമ്മളെ കഥ വെളി പറയാൻ കൊള്ളൂല. അപ്പൊ എന്റെ കഥ വെളി ഇറക്കണ്ടേ? അയ്യ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ കഥ ഈ പുറത്തു നിന്നുള്ള ഒരാൾ നിൽക്കുമ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. ആ കഥവിന്റെ കുറ്റി ഇടണം, അപ്പൊ നമ്മൾ അകത്താവുമല്ലോ. പറയാ അങ്ങോട്ട്. അപ്പൊ സാറേ കഥ അനിയന്നല്ലേ ഇവന്മാരെ കഥ പറയാം, അത് കേട്ടിട്ട് പോ. കഥ വേണം. ഈ കഥയുടെ നായകന്റെ പേരാണ് റോക്കി. റോക്കി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായ പണക്കാരനാണ്. അവന് 100 കാറുകളാണുള്ളത്. അവൻ രാവിലെ എഴുന്നേക്കുന്നു, കുളിക്കുന്നു, ഒരുങ്ങുന്നു. ആ 100 കാറുകളെയും നേരെ ഓട്ടത്തിന് വേണ്ടി അങ്ങ് പറഞ്ഞു വിടുക. ആ സമയം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നിട്ട് അദ്ദേഹം ഈ ഗിറ്റാർ വെച്ച് ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കും. ഇങ്ങനെ വായിച്ചോണ്ട് അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് വായിച്ചു കഴിയുമ്പോൾ ഒരു 6-6:30 മണിയാകുമ്പോൾ ഈ കാറുകളെല്ലാം പോയി തിരിച്ചു കൊണ്ടുവരും. തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഇരുന്ന് ഗിറ്റാർ വായിച്ചോണ്ടിരിക്കും. ഒരിക്കൽ ഇങ്ങനെ വായിച്ചോണ്ടിരുന്ന സമയത്ത് ആരും എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. ഇത് വേറൊരു രാജകുമാരി കണ്ടു. അവർക്ക് പെട്ടെന്ന് ഇയാളെടുത്ത് ഒരു ക്രഷ് അടിച്ചു. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രേമം ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവനെക്കാട്ടും വലിയൊരു പണക്കാരനുമായിട്ട് ഈ രാജകുമാരി ക്രഷ് അടിക്കുന്നത്. ഇത് കണ്ടിട്ട് അവന് ഭയങ്കര സങ്കടമായി പോവാ. അങ്ങനെ നമ്മുടെ റോക്കി അതില് മനന്നുണ്ട് സ്വന്തം ഗിറ്റാറിന്റെ കമ്പിയിൽ ഒരു മരത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ജീവിതഗതിയായ കഥ. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം ആ മരത്തിൽ റോക്കി തൂങ്ങിക്കിടന്ന ഗിറ്റാർ വായിക്കുന്നില്ല, അത് സൂപ്പർ ആയിട്ടുണ്ട്. വെരി ഗുഡ്, വെൽ ഡൺ. സാറേ അത് ഏത് കഥയെന്ന് അറിയാമോ? രമണനും ചന്ദ്രികയും. അതിലെ ആടുകള് ഇതില് കാറായി, അതിലെ ഓടക്കുഴല് ഇതില് ഗിത്താറായി. സാർ ഇപ്പൊ ഫൂളുമായി. അപ്പൊ എന്നെ പകയ കഥ പറഞ്ഞ് പറ്റിക്കാൻ സാർ ഒരു 5 കൊല്ലം കൂടെ സമയത്താ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഞാൻ വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കഥ അങ്ങോട്ട് പറയാം, അത് നിങ്ങൾ ഏത് സിനിമ ആക്കാം. ഒരു സുപ്രഭാതം, ഒരു പോഷകാർ ചീരിപ്പാഞ്ഞ് വരുന്നു. ജംഗ്ഷനിൽ 5 റൗണ്ട് അടിച്ച ബ്രാക്കറ്റ് നിൽക്കുന്നു. അതിൽ നിന്നും ഒരു ആചാര്യബാഹുവായ ഒരു കാലൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അത് കണ്ട് പേടിച്ച് 2 ചെറുപ്പക്കാർ നിൽക്കുന്നു. ആരാണ് ചെറുപ്പക്കാര്? ആ ചെറുപ്പക്കാരാണ് നിങ്ങൾ 2 പേരും. അപ്പൊ നമുക്ക് വേഷമുണ്ട്. സാർ അതൊക്കെ ഈ കാറിൽ നിന്ന് ഇറങ്ങുന്ന കാലാരാണ്? ആ കാലാണ് ഈ കാലൻ. നിന്നെ കൊല്ലൂടാ. കാര്യം പറ. നമ്മുടെ കാറിലുണ്ടായിരുന്ന ആരാന്ന് അറിയാമോ? ആരാ? ഞാൻ കണ്ടുപിടിച്ചു. ആടി പറ. എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ ഉച്ചി. സാരില്ല, പോട്ടെ, കൊഴപ്പില്ല. ഇത് ചിലവർക്ക് ദൈവം കൊടുക്കുന്നതാണേ. കുഴപ്പില്ല, സാരമില്ല. ഏയ് മിസ്റ്റർ അരഞ്ഞാണം. അറിഞ്ഞോണോ അരമങ്ങാനോ? ആ മിസ്റ്റർ അരമങ്ങാണം, ഇത് ചേട്ടന്റെ കയ്യിൽ കൊണ്ട് കിട്ടിയതാ. മീനു ചവത്തി കുത്തലാണ്. ഇന്ന് ചേട്ടൻ ഈ വിഷമക്കളൊക്കെ പറയണമെങ്കിൽ ഈ ഇരിക്കുന്ന 3 പേരോടും പറയണം. അവരോട് പറഞ്ഞിട്ട് എന്തിനാ? അവരെങ്കിലും ഒന്ന് ചിരിക്കട്ടെ. മിന്നു എന്നെ സംഭവം എന്നാ? ഈ ചേട്ടന് കുറച്ച് വിഷമങ്ങളുണ്ട്. അത് നിങ്ങളോട് സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് പറഞ്ഞു തരും. അത് നിങ്ങൾ കേട്ടാ
മതി. എന്നോട് പറഞ്ഞോ പേഴ്സണലായിട്ട്, ഞാൻ വേണേ വന്ന് ആശ്വസിപ്പിച്ചു തരാം. അത് നല്ല കാര്യമാണ്. അല്ലേ? എന്റെ പേരെങ്ങനെയാ? അനീഷ്. അനീഷ്. അനീഷിന്റെ വിഷമങ്ങൾ എന്നോട് പറഞ്ഞോ അനീഷ്? ശരി. എന്നാ പിന്നെ പേടിക്കാതെ പറഞ്ഞു. നീ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ട് മാറി തരാവോ? ഞങ്ങളുടെ സ്വകാര്യ നിമിഷം ഞങ്ങൾ ഒന്ന് എൻജോയ് ചെയ്ത്. കിട്ടിയൊരു അവസരമെങ്കിലും ഞാൻ മുതലെടുക്കട്ടെ കുഞ്ഞെ. പൊക്കോ. താങ്ക് യു. വരണേ. ലാസ്റ്റ് സാധനം കൊണ്ട്. ഓക്കെ, പറഞ്ഞോ അനീഷ്, എന്താണ് വിഷമം? നമസ്കാരം രമേശ് ചേട്ടാ. നമസ്കാരം അനീഷേ. പകർ ചേട്ടാ നമസ്കാരം. എലീന. എലീന. എന്തോ ആ, പറഞ്ഞോ, ഞാൻ അങ്ങോട്ട്. വേണ്ട. ഞാൻ ഇത് തുല്യാവണോ നീ അവളോ അഴക്. മുന്തിനം പാത്തേനെ So slow ആയിട്ട്. പാത്തതും തോർത്തേനെ ചേട്ടാ നമ്മൾ ഈ കാണുന്നവന്റെ കണ്ണിലാണല്ലോ കുരു. കാണുന്നവന്റെ കണ്ണിലാണല്ലോ ഈ സൗന്ദര്യം. അതെ. അതെ. ഇപ്പോ രമേശ് ചേട്ടന് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ പക്കുറിച്ചേട്ടന് ഇഷ്ടപ്പെടണമെന്നില്ല. ഇല്ല, പക്കുറിച്ചേട്ടന് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ രമേശ് ചേട്ടന് ഇഷ്ടപ്പെടണമെന്നില്ല. നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ എനിക്ക് ഇഷ്ടാവും. എന്റെ വിശാലമായ കണ്ണുകളാ, എനിക്ക് എല്ലാരെയും ഇഷ്ടാവും. നല്ല മനസ്സ്. തുളുമ്പുന്ന ഒരു അക്ഷയ പാത്രമാണ് എന്റെ ഹൃദയം. എന്നിട്ടിപ്പോ എന്താ, ഇഷ്ടമുള്ള കുട്ടി ഇഷ്ടമാന്ന് പറയുന്നതിന് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഇഷ്ടയെ കിട്ടിച്ചിട്ട് പോയി. ഇത് കഷ്ടല്ലേ? വെറുതെ ഒരു പ്രാസം പിടിച്ചാൽ ഇരുന്നോട്ടെ. പക്ഷെ അതിന് പകരം ഇഷ്ടമുള്ള ഒരു കുട്ടിയെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയെടുത്തു. ഫസ്റ്റ് ഡേ ചാറ്റ്, 2ാം ദിവസം കോള്, 3ാം ദിവസം വീഡിയോ കോള്, 4ാം ദിവസം മീറ്റപ്പ്, 5ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ബ്രേക്കപ്പ് ആയി. എന്താ കാര്യം എന്നറിയോ? ഇൻസ്റ്റാഗ്രാമിലുള്ള എന്റെ ഫോട്ടോ കണ്ടിട്ട് അത്രയും വെളുപ്പം എനിക്ക് നേരിട്ട് കാണാനില്ല. റേസിസ്റ്റ് കുട്ടി. സത്യം, ഞാനത് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി പോയി. പകരം ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോ അവൻ എനിക്ക് വെളുത്തിട്ട് പാർന്ന ക്രീം സജസ്റ്റ് ചെയ്തു. തേക്ക വെളുക്ക പാറ. അപ്പൊ തന്നെ പലരും എന്നോട് പറഞ്ഞു തേക്കണ്ട മോനെ, ചുറ്റിനി ചട്നിയാന്ന് പരിപാടിയാന്ന് വേണ്ടാന്ന്. പക്ഷെ എനിക്ക് അവളോടുള്ള സ്നേഹം ഉണ്ടല്ലോ, ഞാൻ വാങ്ങിച്ച്. പക്ഷെ മുഖത്ത് തേക്കാൻ ടെൻഷൻ. ഞാൻ ടെസ്റ്റ് ഡോസ് അടിക്കാൻ വേണ്ടി 3 ദിവസത്തിനോട് റിസൾട്ട് കിട്ടുമല്ലോ, ഇച്ചിരി എടുത്തിട്ട് നമ്മുടെ മുഖം പോലെ സോഫ്റ്റ് ആയ ഒരു സ്ഥലത്ത് ഒരു 3 ദിവസം ടെസ്റ്റ് അടിച്ചു. സംഭവം സക്സസ് ആ. 3ാം ദിവസം റിസൾട്ട് വന്നു. വെളുത്തിട്ട് പാറുന്നു ഇരുന്നിട്ട് തൂറാൻ കഴിയാത്ത അവസ്ഥയായി. ആകെ ടെൻഷനായി. ഞാൻ അപ്പൊ തന്നെ ആ ക്രീം തന്നെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ അവൻ പറഞ്ഞു നിനക്കതിന് കേസ് കൊടുക്കാൻ പോവാന്ന്. എന്താ കാര്യം? മുഖത്ത് തേക്കേണ്ട ക്രീം മൂട്ടിൽ വെച്ചിട്ട് ക്രീമിനെ അപമാനിച്ചെന്ന്, നഷ്ടപരിഹാരം കൂടി കൊടുക്കാൻ. എനിക്കതിൽ ടെൻഷനൊന്നുമില്ല. എന്റെ ടെൻഷൻ മൊത്തം വേറെ ആയിരുന്നു. അതായത് ഫേസിൽ തേച്ചവർക്കൊക്കെ കിഡ്നിയിലാ പ്രശ്നം. ഇനി എനിക്ക് തേടെ പ്രശ്നം വരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അതും കൂടി അവക്കറിഞ്ഞപ്പോ അവള് തേച്ചിട്ട് പോയി. ബ്രേക്കപ്പ്. ഈ ബ്രേക്കപ്പ് ആയവർക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ശാരീരിക ബന്ധമാണല്ലോ. അല്ല, ഈ ബ്രേക്കപ്പ് ആയവർക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ശരീര സൗന്ദര്യം ആണല്ലോ. ഞാൻ സുഭാഷ് പറഞ്ഞു നീ പോയ ജിമ്മില് എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകണം. അവൻ പറഞ്ഞടാ ജിമ്മ് ഫേക്കാ, അവന്മാരുടെ പരസ്യം പരിപാടി ഒക്കെ തട്ടിപ്പാണ്, പോരുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ കുറെ ആൾക്ക് പോവണ്ട. എന്താ കാര്യം? എടാ യൂണിസെക്സ് ജിമ്മെന്നും പേര് എഴുതി വെച്ചിട്ട് അതിനകത്ത് അങ്ങനെ ഒരു പരിപാടിയില്ല, ഫുൾ തട്ടിപ്പാണ്. അതും കൂടി കേട്ടപ്പോൾ ഞാൻ ഡിപ്രഷനായി. ഈ ഡിപ്രഷനായതിൻ്റെ ഒരു ലക്ഷണം കണ്ടത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ 2 സ്റ്റാറ്റസ് ഇട്ടു. 2 ഫോട്ടോ എൻ്റെ തന്നെ ഫോട്ടോയാ. ഒന്ന് 75 പേര് നോക്കിയിട്ടുണ്ട്, ഒന്ന് 74 പേര് നോക്കിയിട്ടുണ്ട്. എനിക്ക് ടെൻഷനായി. 74 ഒന്ന് ആരാ നോക്കാത്തവൻ? അങ്ങനെ 75 74 പേരെഴുതി തപ്പിപ്പിടിച്ച് അവനോട് ഞാൻ നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടി. അങ്ങനെ ഡിപ്രഷൻ അടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ അഭയം തേടി കുറച്ച് പേരെടുത്ത് ചോദിച്ചു. അതിന്റെ പരിണിത ഫലം എന്ന പോലെ എൻ്റെ മൊബൈലിലെ ആപ്പുകളുടെ എണ്ണം കൂടി. ടിൻഡർ, അരികെ, ബബിള്, മീറ്റു, അങ്ങനെ 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 അങ്ങനെ. പക്ഷെ നമ്മുടെ എല്ലാവരുടെ സങ്കടത്തിലും കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടാവുമല്ലോ. ഉണ്ട്. ഏത് ആപ്പിൽ ഏത് പെണ്ണിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും ആ തെണ്ടി അവിടെ മൂച്ചിലായിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടിയും ഞാൻ നിർത്തി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സങ്കടത്തിൽ നടക്കുമ്പോൾ ഒരലർച്ച, ഒരു പെണ്ണിന്റെ കേട്ട് പരിചയമുള്ളൊരു ടോണും, മതി മതി വിട് മതി. ഞാൻ അപ്പൊ തന്നെ എന്റെ ഫോൺ എടുത്ത് നോക്കി. ഫോണിലെ വീഡിയോസ് അല്ല, വീണ്ടും അലർച്ച കിട്ടും. ഓടി എന്റെ അപ്പുറത്തേക്ക് എന്റെ മനസ്സാകെ തകർന്നു പോയി. ഒരു പെണ്ണിന്റെ അലർച്ചയാന്ന്. ഞാൻ ചാടി കയറി ബിൽഡിങ്ങിന്റെ മേളിൽ കയറി നോക്കിയപ്പോ ബ്രേക്കപ്പായ എന്റെ ഹൃദയം തകർന്നടിഞ്ഞില്ലാണ്ടായി പോയി. ചേട്ടൻ അറിയോ, ഒരു 60 വയസ്സുള്ള ഒരു ചേച്ചി, 60 വയസ്സ് കാണും. ആ ചേച്ചി 4 8 കിലോയിലെ ഡംബിൾസ് ഇട്ട് ബെഞ്ച് പ്രസ് ചെയ്യുന്നു. മാരക മോട്ടിവേഷൻ ട്രെയിനർ. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കരച്ചിലിന്റെ പല ഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ അത് നോക്കി നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നി ഈ പ്രായം ചെന്നവരല്ലാത്ത പ്രായം കുറഞ്ഞവരുടെ കരച്ചിലും വന്നാലോ. അതിന് ചിലവായത് 3500, 2000 രൂപ അഡ്മിഷൻ ഫീയും 1500 മന്ത്ലി ഫീയും. അങ്ങനെ ജിമ്മിന് ചേർന്ന്. ഒരു കാര്യം കൂടി പറയാം, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാതെ,
ഈ ഹെൽത്ത് നോക്കുന്നതിൽ ജെൻഡർ പ്രശ്നമില്ല കേട്ടോ, വയസ്സോ പ്രായോ ഒന്നും പ്രശ്നമില്ല. ആ ചേച്ചി ഒരു മോട്ടിവേഷനാണ്. ഞാനിത് പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ കൗണ്ടറിന് ഞാൻ കുറെ കേൾക്കേണ്ടി വരും, അതുകൊണ്ടാ. വേറെ കാര്യമായിട്ട് എടുക്കണ്ട. അങ്ങനെ ഞാൻ ജിമ്മിൽ ചേർന്നു. ജിമ്മിന്റെ വൈബ് എന്ന് പറയുന്നതിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന സ്ഥലം ജിമ്മാണ് അല്ലേ? അല്ലിനൊക്കെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ലേ? ഞാൻ പോയിട്ടില്ല, പക്ഷെ എനിക്ക് അങ്ങനെയാണെന്നേ. ഭയങ്കരമായിട്ട് ഒരു motivated ആവും. 10 മിനിറ്റ് മുമ്പ് ജോയിൻ ചെയ്തവർ വരെ 6 മാസമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ചേച്ചിക്ക് അങ്ങനെ ചേച്ചി കമോൺ കമോൺ എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടാവും. ആൺപിള്ളേർത്തും പോയൊക്കെ ഒറ്റ കിട്ടും മൈൻഡ് ചെയ്യും, തിരിഞ്ഞു നോക്കൂല. ഇതിന് ഒരു സത്യമാണ്. മാത്രമല്ല ജിമ്മിന്റെ വൈബ് പാട്ടുകളാ കേട്ടില്ലേ? അതൊക്കെ കേൾക്കുമ്പോൾ 19 കിലോ എടുത്ത് പൊക്കാനങ്ങ് തോന്നും. ആ സമയത്ത് ഒരു ചേട്ടന് ഇയർഫോണിൽ പാട്ട് കേട്ടിട്ട് മാര കാട്ടി. ഞാൻ ഇത് ഏതോടാ ഈ പാട്ട്? ഞാൻ പുള്ളിയോട് ചേട്ടാ അങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് വന്നതാണ്, എനിക്ക് ആ പാട്ടൊന്ന് ഷെയർ ചെയ്യുമെന്ന് വെച്ചു. പുള്ളി ഇയർഫോൺ എടുത്തിട്ട് ചെവി വെച്ചൊന്നു കേട്ടോ എന്ന് പറഞ്ഞു. 1.5 മണിക്കൂറിൽ ഓഡിയോ നോട്ട് ചേട്ടന്റെ വൈഫ് അയച്ചു കൊടുത്താ. അതിന്റെ സീൻ അവിടെ കണ്ടോണ്ടിരുന്നു. ആ ഒരു 10 കിലോ കൂടി ഇട്ട് കൊടുത്തു അടി ചേട്ടാന്നും പറഞ്ഞു. ഈ സമയത്ത് കറക്റ്റ് 6 മണി ആയിക്കണം. പൂവൻകോഴികളൊക്കെ സട കുഴഞ്ഞെഴുന്നേറ്റ് അവര് ചിറക് പിടിച്ചു പോയി. ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്ററുകളെ പോലും തോപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടി അവൾ ആ ജിമ്മിലേക്ക് കയറി വന്നു. ഏത് സ്റ്റൈൽ പറഞ്ഞ എന്റെ മോനെ. അപ്പൊ തന്നെ എന്റെ ഫോണിലെ ആപ്പ് മൊത്തം അങ്ങ് ഡിലീറ്റ് ചെയ്ത് അവളെ അങ്ങ് ആപ്പിലാക്കാൻ തീരുമാനിച്ചു. അവൾ സ്ഥിരം വരുന്നവളാന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ വന്നിട്ട് ബാക്കിയുള്ളവരോടൊക്കെ ഹായ് പറഞ്ഞിട്ട് എന്നെ മൈൻഡ് ചെയ്ത് പൊക്കളഞ്ഞു. എന്നെ മൈൻഡ് ചെയ്യാത്തവരുടെ മൈൻഡിൽ ഞാൻ മാത്രമാക്കുന്ന വിദ്യ ഈ അനീഷിന് അറിയാം. അങ്ങനെ പാടിച്ച പണി 18 ഞാൻ നോക്കി, വീണില്ല. ടെമ്പിൾസ് എടുത്തിട്ട് ഞാൻ പാട്ട് പാടി നോക്കി. ഡിസ്ക് എടുത്ത് ഞാൻ ഡിസ്കോ ഡാൻസ് കളിച്ചു, അതിലും വീണില്ല. അവസാനം ഡെഡ് ലിഫ്റ്റ് എടുക്കാൻ തരും. അവൾ നിൽക്കുന്നവിടത്ത് പോയിട്ട് എല്ലാരും തട്ടി മാറ്റി ഞാനങ്ങ് പിടിച്ച്. ഇത് തള്ളി നിൽക്കണം, ജിമ്മിന്റെ നിയമം. ഞാനങ്ങ് വലിച്ചു പൊക്കി. എന്റെ ആവേശം മൂത്തതേ ആമാശയത്തിന് ഇഷ്ടപ്പെട്ടില്ല. ചെറുകുടൽ വൻകുടൽ വഴി ഏതോ ഒരു ശബ്ദം പിൻവാതിലൂടെ അങ്ങ് ഓടിപ്പോയി. ഞാനാകെ തകർന്നു. എന്റെ തകർന്ന ഹൃദയം ആ പോയ കാറ്റിന് പകരം എന്റെ കാറ്റങ്ങ് പോയാൽ മതി എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. പക്ഷേ ആമാശയത്തിന്റെ കാൽപ്പെരുമാറ്റം ഞാൻ നേരത്തെ അറിഞ്ഞതാ. അതുകൊണ്ടൊരു വില്ലൻ ചുമ വെച്ചിട്ടു. ആ വില്ലൻ ചുമയില് ആ ശബ്ദം, വൃത്തിയായിട്ട് ശബ്ദം നിർവീര്യമായി പോയി. പിൻവിളി ആരും കേട്ടില്ല. എന്നാലും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും കയറിയ ഡെഡ് ലിഫ്റ്റ് ഒക്കെ പിടിച്ചു. അത് പൊക്കാൻ നേരത്തെ ഒരു ഉൾവിളി ഉണ്ടായി. ഒരു ഉൾവിളി ഉണ്ടായി. മോനെ, കാറ്റും പുകയല്ല, ഇനി പ്രളയ സാധ്യത വരെ ഉണ്ടെന്ന്. എന്റെ ഹൃദയം അവിടെ തകരുമായിരുന്നു. എനിക്ക് അവളെ നഷ്ടമായി സത്യത്തിൽ. അങ്ങനെ വിഷമിച്ച് ഇനി ആ പടി ഞാൻ ചവിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഞാൻ നേരെ ചെന്നത് നമ്മൾ ടേക്ക് കെയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ടേക്ക് കെയർ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. അതായത് കരുതൽ ഓഫ് Z കാറ്റഗറി വിത്ത് ഹൈലി ഇന്റലിജന്റ് ഇസ് നോൺ ആസ് KOZHI കോഴി. ആ കോഴിക്കഥയുടെ ഇനി ഒരു ദിവസം നമുക്ക് കാണാം. താങ്ക് യു. ഇത്രയും വലിയൊരു ദുഃഖം ഭാരമായിട്ട് കൊണ്ടു നടക്കുമായിരുന്നല്ലേ? ഇത് കണ്ടിട്ടെങ്കിലും ഏതെങ്കിലും ഒരാള് അല്ല, വരാൻ മാത്രമുള്ള കഥയുണ്ട് നിന്റെ. ഒട്ടും ഇംപ്രസ്ഡ് അല്ലാത്ത ആളുകളെ പോലും ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങളിലൂടെയാണ് നിന്റെ കഥ കയറി ഇറങ്ങി പോയത്. നിന്റെ വാച്ചും പാന്റും ഷർട്ടും വളയും കണ്ണടയും ലുക്കും ഒക്കെ കണ്ടിട്ട് അല്ലേ? അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു മടിയില്ല എന്നുള്ളതാണ്. ഒരു മടിയില്ല. എവിടെ നമ്മുടെ മാന്യത ഓർത്താണ് അത്രയും പറഞ്ഞത്. അല്ലെങ്കിൽ അവനെ അഴിച്ചു വിട്ടിരുന്നെങ്കിൽ അതാ ഞാൻ പറഞ്ഞ ബാക്കി അങ്ങോട്ട് അത് അണ്ടർസ്റ്റുഡ് ആക്കി കൊണ്ട് നിർത്തിയിട്ട് അതിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് തരാൻ ശ്രമിച്ചു. അയ്യോ, അവൻ കറക്റ്റ് ആണ്. അതിന്റെ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതാണ് ഇവൻ അവിടെ രക്ഷപ്പെട്ടിട്ട് അത് ഇവിടെ വന്ന് സ്റ്റാൻഡപ്പ് ആയിട്ട് പറഞ്ഞല്ലോ. ആരും അറിയത്തുമില്ല, ഇനി ആരും കാണത്തുമില്ല. ഒന്നുമില്ല. വളരെ നന്നായി അനീഷ്. ഇവിടുന്ന് അനീഷിന്റെ ജീവിതം പുഷ്പിക്കട്ടെ. അതെ, അല്ല ഇവൻ ഇത്രയും ലൂസുള്ള പാന്റ് കിട്ടേക്കുന്നത് എന്തിനാന്ന് ഞാൻ ആദ്യം സംശയിച്ചായിരുന്നു. മനസ്സിലായി. കംഫർട്ട് ആയിട്ട് നിന്ന് പറയാൻ പറ്റുന്നില്ലേ? അനീഷ നല്ല ഉഗ്രം പെർഫോമൻസ് ആയിട്ട്, വളരെ ലൈവായിട്ട്, ആത്മാർത്ഥമായിട്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു നടനാണ്, നല്ലൊരു ആക്ടറാണ്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇത് സംഭവം സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടി ചെയ്താണെങ്കിലും റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ ഒരാളെയും ബ്രേക്കപ്പ് ചെയ്ത് പോവാൻ സമ്മതിച്ചിട്ടില്ല. എല്ലാരും സേഫ് ആയിട്ട് എന്റെ ഉണ്ട്. എല്ലാരും സേഫ് ആയിട്ടുണ്ട്. അനീഷിന് ഒരു ഭാര്യയും കുട്ടിയുണ്ട്. സാർ അത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പലരും നിന്നെ കാസർഗോഡാണ് അവരുള്ളത്. ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. നേരത്തെ പറഞ്ഞ കമന്റോട് കൂടി ഡ്യൂറേഷൻ കറക്റ്റ് ആവൂലേ? ഇത്രയും കൂടെ പോകും. ശരിക്കും വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനമ്മ, വൈഫുണ്ട്, മോളുണ്ട്. 34 years old. Oh my God. അതാണ് ഒരു മച്യൂരിറ്റി ഉള്ള ഒരു കലാകാരന്റെ പ്രകടനം. അവിടെ
ആ കുഞ്ഞായിട്ട് ഇരുന്നപ്പോ തന്നെ ആ ഇരിപ്പിൽ തന്നെ ഉണ്ട് ഒരു നടൻ. ഇനിയും കാണണം നിങ്ങളുടെ പെർഫോമൻസ് എന്ന് തോന്നുന്ന ആ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അത് എൻ്റെ ചെയ്തിരിക്കുന്നത്. അതിലാണ് ഒരു മികവെന്ന് പറയുന്നത് കേട്ടോ. സെക്കൻഡ് പാർട്ട് ഉണ്ട്, KGF ഒക്കെ നിർത്തുന്ന പോലെ നിർത്തുന്നത്. അത് ഞാൻ പിന്നീട് അവതരിപ്പിക്കുന്നത്. ആ. നമുക്ക് ബാക്കി ചടങ്ങിലേക്ക് നടക്കണ്ടേ? അപ്പം നടന്നു പോയാലേ ആ ചടങ്ങ് വാ, നടക്കൂ. വാ, വാ. ഇവിടെ നമ്മുടെ ആള് വരട്ടെ. മിന്നുകുട്ടി ഗിഫ്റ്റും കൊണ്ട് വന്നിരിക്കുകയാണ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. കയറി വരുന്ന കഥകിന്റെ സ്ഥാനം തന്നെ ശരിയല്ല. കിഴക്കാണ് ദർശനം വരേണ്ടത്, പടിഞ്ഞാറ് കൊണ്ട് വെച്ചേക്കുക. വാസ്തു കോമഡി മാസ്റ്റേഴ്സ്. ആ വെറുതെ അല്ല ചിരി കയറാത്ത. ഇവിടെ ഉള്ള ആൾക്കാർ മരണച്ചിരി ചിരിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് കയറുന്നില്ല അങ്ങനെ എത്രയായിട്ട്. ആ ഇതിന്റെ നടയൊന്ന് നോക്കട്ടെ. നടയാണ് ആദ്യം. നട ഇവിടെയാ. ആ നട ഇവിടെയാണ്. ചേട്ടനറിയാലേ ഇത് ദോഷമുണ്ട്, അപ്പൊ എന്നോട് നോക്കണം എന്ന് പറഞ്ഞു. വാസ്തു വിദഗ്ധനല്ലേ? ഏതാ വാസ്തു വിദഗ്ധനാണ്. വാസ്തുവിദഗ്ധൻ. എന്റെ പേര് സായുജ്യൻ. സായി. അതെ അതെ അതെ, ഫേമസ് ആണ് സായുജ്യൻ. നല്ല പേരാട്ടാ. അതെ, ഞാൻ ഇച്ചിരി ഫേമസ് ആണ്, വേൾഡിൽ അറിയപ്പെടുന്ന ഒരാളാണ്. വീട്ടിൽ അറിയുന്ന വാസ്തുശാസ്ത്രനാണ് ഇവിടെ അതെ അതെ വന്നിരിക്കുന്നത്. അതെ. ആ. അപ്പൊ ഈ സ്റ്റെപ്പിന്റെ ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ വീടിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും സ്റ്റെപ്പ് നോക്കുമ്പോ വരവ് ചെലവ് അങ്ങനെയാ നോക്കുന്നത്. പക്ഷെ ഇത് ഒരു തമാശ പരിപാടിയുടെ ഫ്ലോർ ആയതുകൊണ്ട് അത് ചെലവ് വരവെന്ന് നോക്കി നോക്കിയേ. ചെലവ് വരവ് നോക്കിയാൽ കിട്ടിയല്ല. വരവ് ചെലവെന്ന് പറഞ്ഞാലേ പോയി പറ്റുള്ളൂ. ഇവിടെ തമാശ പരിപാടിയുടെ ആയതുകൊണ്ട് ചിരി ചളി ഉണ്ടോ, ചളിയിലാ കിടക്കുന്നത്. മാറ്റണം, ഇത് മാറ്റണം, സ്റ്റെപ്പ് പൊളിക്കണം. പൊളിക്കേണ്ടി വരും. ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇതിലെ ആർട്ടിസ്റ്റുകളൊന്നും അല്ല. ഇവിടെ കുറെ ആൾക്കാർ ചിരിയുടെ മേളിൽ കൊണ്ട് ചളി കൊണ്ട് ഇറക്കുന്നുണ്ട്. അതിലെ മെയിൻ താരമാണ് കണ്ണൻ സാഗർ. പിന്നെ ഉല്ലാസ് അവിടെ ഇവിടെ ഇട്ടിട്ട് പോകുന്നു. പക്ഷെ അവര് വന്ന് അവര് തന്നെ മാന്തി എടുത്തോണ്ട് പോണം, എങ്കിലും ഈ സാധനം സെറ്റ് ആവുള്ളൂ. മനസ്സിലായി? നിങ്ങൾ രണ്ടായാലും ഇപ്പൊ നിൽക്കുന്ന സ്ഥാനം അത്ര ശരിയല്ല. നിങ്ങൾക്ക് വേണ്ട ലൈറ്റ് കിട്ടിക്കൊള്ളുന്ന നിർബന്ധമില്ല. അവിടെ പോയി നിന്നാല് കാരണം നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന്റെ സ്ഥാനം അറിയത്തില്ലല്ലോ. എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ ആ നടുക്ക് അവിടെ ഒരു വൈറ്റ് മാർക്ക് ഉണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് നിന്നാലേ കുറച്ചുകൂടെ ബാക്കിൽ കാര്യം പറഞ്ഞോളൂ. എന്നിട്ട് കാര്യം പറഞ്ഞാൽ കിട്ടും. ഇത് മതിയോ ആ സ്ഥാനം? അതെ. ഇനിയിപ്പോ ഇവിടെ ചെയ്യേണ്ട വേറൊന്നുമല്ല, ഇത് മൊത്തം കുറച്ച് പൊളിച്ച് മാറ്റണമെങ്കിൽ ഈ LED വാൾ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കും. ആ സാധനം പാടെ അങ്ങ് പൊളിച്ചു മാറ്റണം. എന്നിട്ട് നമ്മുടെ അപ്പുറം ഇപ്പുറം രണ്ട് കാലടിച്ച് പഴയ നമ്മുടെ 16mm സ്ക്രീനില്ലേ, തുണി കൊണ്ടുള്ളത്, അത് അപ്പുറം വലിച്ചു കിട്ടിയിട്ട് പ്രൊജക്ടർ വെച്ചിട്ട് സംഭവം പ്രദർശിപ്പിക്കും. ഇതിപ്പം ശരിക്കും തെക്ക് ദർശനമായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അത് പറ്റത്തില്ല. സാറിന് ഏതാണ്ടൊക്കെ കുറച്ച് ദർശന കാര്യങ്ങൾ അറിയാലോ. ഞാൻ കുറച്ച് ഇതിലിങ്ങനെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലേ? അല്ല, അതാ പറഞ്ഞ എനിക്ക് ഒരു പരിപാടിയിൽ കോമഡി കേറുന്നില്ലെങ്കിൽ അതിനെന്താ പറ്റുന്ന അറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് തെക്ക് ദർശനം ആയത് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. തെക്ക് ദർശനം കുഴപ്പമാണ്, ഇവിടെ മൊത്തത്തിൽ കുഴപ്പമാണ്. അത് ഇവിടെ ഈ ഇവിടുത്തെ അഗ്നികോൺ തന്നെ കറക്റ്റ് സ്ഥാനത്തല്ലേ ഇരിക്കുന്നത്. നമുക്ക് നോക്കാമല്ലോ. അഗ്നികോൺ ഒന്ന് ഉണ്ടോ? ഞാൻ തന്നെ കണ്ടോ ഒരു ഞെട്ടൽ വരുവാണ്. ആ പെർഫോം ചെയ്യാൻ പറ്റിയല്ലോ വരുന്ന ആൾക്കാർക്ക്. ഇത് ശരിക്കും കിച്ചണിലാണ് വെക്കണ്ടേ. ഏതാ? കിച്ചണിലാണ് ഈ അഗ്നികോൺ വെക്കേണ്ടത്. അല്ല, അത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കുന്ന സാധനം അല്ല. അത് സമ്മാനമൊക്കെ ഇവിടെ പൂത്തിരി അങ്ങനത്തെ പെർഫോമൻസ് വരുമ്പോ ഇടിവെട്ടെന്നുള്ളതൊക്കെ പറയുമ്പോഴത്തേക്കും ബുമ്മെന്നാക്കാൻ വേണ്ടിയുള്ള സംഭവം അത്. അങ്ങനെയാണ് കുറച്ച് മാറ്റി വെച്ചു. പിന്നെ മാരകമായിട്ടുള്ള സംഭവങ്ങൾ പറയുന്നവർ അതിന്റെ മേളിൽ നിർത്തിയിട്ട് ഞങ്ങൾ കത്തിക്കും. അഗ്നികോൺ തെറ്റാണ്. അഗ്നികോൺ തെറ്റാ. മെയിൻ ആയിട്ടുള്ള പ്രശ്നം നിങ്ങൾ ഇവിടെ അല്ലേ ഇരിക്കണം. ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ മാറണം. മൂല പോയിരിക്കണം. മൂല ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം കറക്റ്റാ. നമ്മളൊരു മൂലക്കിരുത്താനുള്ള പ്ലാനാ. ഇത് മുഴുവൻ പ്രശ്നമെന്ന് പറയണം. അങ്ങനെ പ്രശ്നമുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇതിന്റെ ദോഷം മാറണമെങ്കിൽ എന്താ ചെയ്യാൻ നമ്മൾ എണീറ്റ് നിന്ന് കിഴക്ക് ദർശനത്തിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കുക. കിഴക്ക് ദർശനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു തീരുമാനം കൃത്യമായിട്ടുണ്ടോ എന്നാ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇത് പൊളിക്കണം. പൊളിക്കാതെ എങ്ങനെ പറഞ്ഞു? ഇത് എത്ര രൂപ മുടക്കി ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. അല്ലെ, പേരെങ്ങനെയാന്ന് പറഞ്ഞ്? സായുജൻ. സായുജ് മാഷെ, ഇത് എന്താ അറിയാമോ, അത്രയും പൈസയൊക്കെ മുടക്കി നമ്മളിത് സെറ്റ് ചെയ്തു. അതെ, നിങ്ങളിപ്പോ വന്നിട്ട് ഇത് മാറ്റണം എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലേ? മാറ്റണം എന്നല്ലല്ലോ, പൊളിക്കണം എന്നല്ലേ പറയുന്നത്. മാറ്റാൻ പറ്റുമോ? ഇതിന് വേറെ പരിഹാരമൊന്നുമില്ല. പൊളിക്കാതൊരു പരിഹാരം ഉണ്ടോ? ഒരു പരിഹാരമില്ല. ഇത് പൊളിക്കണം. ഇത് പൊളിച്ചെങ്കിൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ. പൊളിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റിയല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊളിക്കണം. ഫുൾ ഫ്ലോർ പൊളിക്കണം, മൊത്തം പൊളിക്കണം. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഒന്നും ആലോചിക്കാനില്ല. എന്റെ സത്യമായ ശാസ്ത്രമാണ്. മനസ്സിൽ ഞാൻ വിളിക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചേക്കുന്നത് കണ്ടാ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണം ഞങ്ങളൊന്ന്? നമ്മളെല്ലാവരും കൂടെ കിഴക്ക് ദർശനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതിയോ? ഓക്കെ, കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അങ്ങോട്ട് വയ്ക്കും ചേട്ടാ. ഹലോ, സത്യശീലൻ ചേട്ടാ, എന്താ പേരെന്തായിരുന്നു? സായുജൻ. സായു സാർ, അത് അവിടെയല്ല, പടിഞ്ഞാറ്. കിഴക്ക് പടിഞ്ഞാറ്. ആരെ?
ഇതാ കിഴക്ക്. പടിഞ്ഞാറാ. അല്ല ഇതാ കിഴക്ക്. അത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്. സാറേ ഇത് അതല്ല. ശാസ്ത്രം, ഇത് നുണ പറയില്ല. ശാസ്ത്രമല്ല, സൂര്യൻ ഉദിക്കണ നമുക്ക് കാണണല്ലേ, അതാ കിഴക്ക്. ശരിയാണല്ലോ ഈ. അപ്പൊ ഇതാ കിഴക്കല്ലേ? ആ, അയ്യോ ആരോടും പറയില്ല കേട്ടോ. എന്റെ പ്രശ്നം എന്താ? ഇതാ കിഴക്കൊന്നും പറഞ്ഞോണ്ടേ നമ്മുടെ DYSP സണ്ണി സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ ഗേറ്റ് പൊളിക്കാൻ വേണ്ടി JCB ഇങ്ങനെ വന്ന് നിൽക്കുക. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ അവർ പൊളിക്കും, മൊത്തം കയ്യിൽ നിന്ന് പോകും. പൊക്കോട്ടെ. അല്ല, അപ്പൊ ഞങ്ങള് ഇത് പൊളിക്കേ വേണ്ട. അയ്യോ കണ്ടോ? അപ്പൊ നമ്മൾ പൊളിക്കണ്ട, ഒന്നും പേടിക്കണ്ട, നമ്മുടെ വാസ്തു എല്ലാം ഓക്കെയാണ്. നമ്മൾ അടുത്ത ദിവസം ഗംഭീര സ്കിറ്റുമായിട്ട് വന്നാൽ മതി. ഏത് ദിക്കി നോക്കി ടാറ്റ പറയും? അവിടെ തെക്ക് കിഴക്ക് ഈശാന കോണിലോട്ട് നോക്കി അടിച്ചോളൂ. ടാറ്റാ.